അപ്പു, നീ ഇതാരെ കണ്ടാണ് പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ ആളറിഞ്ഞ് നല്ല ബോധത്തോടെ തന്നെയാ പറയുന്നത്. തന്നെ നോക്കി ഉറപ്പോടെ പറയുന്ന നാത്തൂനെ കണ്ട അനിത ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്താ മോളെ ഈ പറയുന്നത്? നിന്റെ ഏട്ടന് വേറെ റിലേഷൻ ഉണ്ടെന്നോ? അതും ഭാര്യയായ ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുമ്പോഴോ? എനിക്കറിയാം ഏട്ടത്തിക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന്. എന്നാലും ഞാൻ പറയും, എനിക്ക് ചതിക്ക് കൂട്ടി നിൽക്കാൻ കഴിയില്ല. ഇതിപ്പോ എൻ്റെ ഭർത്താവ് ചെയ്താലും ഏട്ടൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ദേ അപ്പൂ, നിനക്കിത്തിരി കൂടുന്നുണ്ട്. നീ ചുമ്മാ ഓരോന്നും പറയാതെ പോയേ. എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്. തനിക്ക് മുന്നിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന അപർണയെ തിരിച്ചു പറഞ്ഞു വിട്ടുകൊണ്ട് അനിത അടുക്കളയിലെ ബാക്കി പണികളിലേക്ക് കടന്നു. ഞാൻ എന്തു പറഞ്ഞാലും ഏട്ടത്തി അത് കാര്യമാക്കില്ലെന്ന് മനസ്സിലായവൾ സങ്കടത്തോടെ തിരികെ മുറിയിലേക്ക് നടന്നു. ഇവൾക്കിതെന്തു പറ്റി? കല്യാണം കഴിയുന്നത് വരെ ഏട്ടൻ്റെ ചെല്ലക്കുട്ടിയായിരുന്നല്ലോ അവൾ. പെട്ടെന്ന് താൻ വന്നപ്പോൾ ഏട്ടൻ അവളോടുള്ള സ്നേഹം കുറഞ്ഞുപോയി എന്ന് തോന്നിയതുകൊണ്ടാവും. മുമ്പ് അവൾക്ക് തന്നെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസമായി അവൾ തന്നോട് കാണിക്കുന്ന ഈ അടുപ്പം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടവൾ ഒരു നിമിഷം അപ്പുവിനെ തന്നെ നോക്കി നിന്നു. അനി, എനിക്ക് ഇറങ്ങാൻ സമയമായി. കുളിച്ച് വസ്ത്രം മാറി ബാഗുമായി ഓഫീസിലേക്ക് ഇറങ്ങാൻ തയ്യാറായി വന്ന അയാൾ ഹോളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാൾക്കുള്ള ചായയും പലഹാരങ്ങളും ടേബിളിൽ കൊണ്ട് വെച്ചുകൊണ്ടവൾ ധൃതിയിൽ അയാൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൂടെ പൊതിഞ്ഞ് ബാഗിൽ വെച്ചു. അയാളുടെ ശബ്ദം കേട്ട് അവിടേക്ക് വന്ന അപ്പു അയാൾക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് ബാഗിൽ വെക്കുന്ന അനിതയെ കണ്ട് ദേഷ്യത്തോടെ റൂമിലേക്ക് തന്നെ തിരികെ നടന്നു. അവളുടെ പോക്ക് കണ്ട അയാൾ കാര്യം മനസ്സിലാവാതെ അനിതയെ നോക്കി അവളും കാര്യമറിയില്ലെന്ന അർത്ഥത്തിൽ കൈമലർത്തി. അയാൾ ഇറങ്ങിയതും അടുക്കളയിലെ ബാക്കി പണികൾ ഒതുക്കി വെച്ച ശേഷം അവൾ തനിക്കും അമ്മയ്ക്കും അപ്പുവിനുമുള്ള ഭക്ഷണവുമായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. തങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടും അപ്പുവിനെ കാണാതായതുകൊണ്ടവൾ കഴിപ്പ് പാതിയിൽ നിർത്തി എഴുന്നേറ്റു. അനിത, നീ ഇത് മുഴുവൻ കഴിക്കാതെ എങ്ങോട്ടാ? അത് പിന്നെ അമ്മേ. അപ്പു അവൾ ഇതുവരെ കഴിക്കാൻ വന്നില്ലല്ലോ. എന്താണെന്ന് നോക്കട്ടെ. നിനക്കെന്താ ഭ്രാന്താണ് കുട്ടി? അവൾക്ക് വിശപ്പുണ്ടെങ്കിൽ അവൾ വന്ന് കഴിച്ചോളും. അവളുടെ അഹങ്കാരത്തിന് ഒത്തു തുള്ളാൻ നിൽക്കാതെ നീ ഇവിടെ എങ്ങാനും വന്നിരിക്കുക, കഴിക്കാൻ നോക്ക്. അതല്ലമ്മേ, ഇനി ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാതെ ഇരിക്കും. ഹാ, അതും ശരിയാ. എന്ത് ചെയ്യാം, ലാളന കൂടിപ്പോയതിൻ്റെയാ ഈ തോന്നിയാസം മുഴുവൻ. കഴിപ്പ് തുടർന്നുകൊണ്ടവർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അത് കണ്ടതും മറ്റൊന്നും പറയാതെ അവൾ അപ്പുവിൻ്റെ മുറിയിലേക്ക് നടന്നു. എന്താ മോളെ, ഇത് എന്തു പറ്റി? നീ എന്താ കഴിക്കാൻ വരാത്തത്? ബെഡിൽ കമഴ്ന്നു കിടക്കുന്നവളിൽ നിന്ന് മറുപടിയില്ലെന്ന് കണ്ടവൾ അപ്പുവിനരികിലായിരുന്നു കൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തലോടി. എന്ത് പറ്റി മോളെ? വയ്യേ നിനക്ക്? അവളുടെ കഴുത്തിലും കയ്യിലും തൊട്ടുകൊണ്ടവൾ പതിയെ ചോദിച്ചു. ഏട്ടത്തി, എന്തിനാ അയാൾക്ക് ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കാൻ ഒക്കെ നിൽക്കുന്നത്? അവളുടെ ഇടറിയ ശബ്ദം കേട്ടതും അനിത ആകെ വല്ലാതെയായി. പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചു കിടത്തിക്കൊണ്ടവൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്ന കവിളും മൂക്കിൻ തുമ്പും കണ്ടവൾ ആകെ വല്ലാതെയായി. താൻ ഈ വീട്ടിൽ വന്നിട്ട് ഇന്നുവരെ അവൾ കരഞ്ഞു കണ്ടിട്ടില്ല എന്ന് ഓർത്തുകൊണ്ടവൾ അപ്പുവിനെ ചേർത്ത് പിടിച്ചു. ഏട്ടത്തി എന്നെ വിശ്വസിക്കണം. ഏട്ടനെയും ഏട്ടത്തെയും തമ്മിൽ അകറ്റാൻ ഞാൻ ഒരുപാട് വഴികൾ നോക്കിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ട് ചെയ്തതല്ല. ഏട്ടൻ എന്നോട് അകന്നു നിന്നാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അത് കാരണമാക്കി ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പോകല്ലേ? അയ്യേ, അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. നിന്റെ മനസ്സെനിക്കറിയാം. ഏതൊരു അനിയത്തിയും ചെയ്യുന്നതേ നീയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും ആ രീതിക്ക് അതൊക്കെ എടുത്തിട്ടുള്ളൂ. തൻ്റെ നെഞ്ചിൽ ചേർത്തിരിക്കുന്നവളെ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ട് അനിത ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ ഏട്ടത്തി എന്നെ വിശ്വസിക്കുമോ? അതിനെന്താ, എൻ്റെ മോളെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതില്ല. എന്നാലും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ ചിലപ്പോൾ... ശരി, ഞാൻ മോളെ അവിശ്വസിക്കില്ല, പോരെ? അപ്പുവിൻ്റെ കയ്യിൽ കൈ ചേർത്ത് സത്യം ചെയ്തു കൊടുത്തുകൊണ്ടവൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹാ ഏട്ടത്തി, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറഞ്ഞത് സത്യ. എൻ്റെ ഏട്ടന് വേറെ ഒരു റിലേഷനുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് അവരുടെ ഫോൺ കോൾ ഞാൻ കേട്ടത്. അത് സത്യമാണോ എന്നറിയാൻ ഞാൻ രാത്രി ഉറങ്ങാതെ ഇരുന്നു. സത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ഏട്ടത്തിയോടും പറയുന്നത്. അപ്പുവിൻ്റെ കണ്ണിൽ തെളിയുന്ന സ്നേഹവും ഏട്ടനോടുള്ള വെറുപ്പും കണ്ടതും അനിത ആകെ വല്ലാതെയായി. ശരിയാണ്,
കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏട്ടൻ തന്നോട് വല്ലാത്ത ഒരു അകലം സൂക്ഷിക്കുന്നുണ്ട്. മുൻപൊക്കെ തന്നെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങിയ ആളിപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ ഉറക്കം പിടിച്ചിട്ടുണ്ടാകും. ഓഫീസിലെ വർക്കും കാര്യങ്ങളും ഒക്കെയായി നല്ല ക്ഷീണത്തിലാവുന്നത് കൊണ്ടാകും ഇങ്ങനെയെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അപ്പു പറയുന്നത് കേൾക്കുമ്പോൾ ഏട്ടത്തി പെട്ടെന്നുള്ള വിളി കേട്ടതും അനിത ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു. രാത്രി ബാത്റൂമിൽ പോലും പോകാൻ ഏട്ടത്തി എഴുന്നേക്കാറില്ലേ? ഹാ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായി കിടന്ന പാടെ ഉറങ്ങിപ്പോകും. കൂടാതെ ഉറങ്ങിയാൽ പിന്നെ എഴുന്നേൽക്കുന്നത് 5 മണിയാകും. എനിക്കത് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഏട്ടത്തി ബോധം കെട്ട് ഉറങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ കുടിക്കാനായി റൂമിൽ കൊണ്ടുവയ്ക്കുന്ന വെള്ളം കുടിക്കരുത്. പകരം അതേപോലത്തെ വേറൊരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കുടിച്ചാൽ മതി. എന്താ മോളെ നീ പറയുന്നത്? ഇത് കണ്ടോ, ഇത് ഉറക്ക ഗുളികയുടെ ബോട്ടിലാണ് നിങ്ങളുടെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഏട്ടനിത് കഴിക്കാറില്ല. ഏട്ടത്തിയോ? ഇല്ല, ഞാനും ഇത് കഴിക്കാറില്ല. പിന്നെ എങ്ങനെ ഇത് നിങ്ങളുടെ റൂമിൽ വന്നു? അത് പിന്നെ അവൾ പറഞ്ഞത് മനസ്സിലായതും എന്തു മറുപടി പറയുമെന്നറിയാതെ അനിത ആകെ വല്ലാതെയായി. സൂക്ഷിക്കണം ഏട്ടത്തി, ഇത് ഡോസ് കുറഞ്ഞ സാധനമാണ്. പക്ഷേ ഇതിനുള്ളത് മുഴുവൻ ഒരേ സമയം ഒരാളുടെ ഉള്ളിലെത്തിയാൽ അത് പ്രശ്നം തന്നെയാണ്. ഒരു കാര്യം ചെയ്യേട്ടത്തി, ജോലി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വാ. എന്തായാലും ഈ ബോട്ടിൽ കാലിയായ സ്ഥിതിക്ക് വേറെ ബോട്ടിൽ റൂമിൽ കാണും. നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. മറുത്തൊന്നും പറയാതെ അവൾ അപ്പുവുമായി ഹാളിലേക്ക് നടന്നു. അവർ എത്തുമ്പോഴേക്കും അമ്മ കഴിച്ച് എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് തൻ്റെ ജോലികളൊക്കെ ഒതുക്കി ഇരുവരും റൂമിൽ കയറി കതകടച്ചു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. റൂമിൻ്റെ മുക്കും മൂലയും 2 പേരും ചേർന്ന് തിരഞ്ഞു. അവസാനം റൂമിലുണ്ടായിരുന്ന പിങ്ക് ടെഡി ബിയറിൻ്റെ വയറ്റിൽ നിന്നും ആ ബോട്ടിൽ കിട്ടിയതും ഇരുവരും പരസ്പരം നോക്കി. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അനിത അപ്പുവിൻ്റെ നേരെ നോക്കി. ഏട്ടത്തി, പേടിക്കാതെ ഇരിക്കെ. ഇവിടെ വേറെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവാതിരിക്കില്ല. വാ നോക്കാം. ഭിത്തിയിൽ തൂക്കിയ തങ്ങളുടെ വിവാഹ ഫോട്ടോയ്ക്ക് എന്തോ മാറ്റം തോന്നിയവൾ പതിയെ അത് കയ്യിലേക്കെടുത്തു. പതിയെ അതിൻ്റെ ഫ്രെയിം ഊരിയെടുത്തു. അതിൽ തങ്ങളുടെ ഫോട്ടോയ്ക്ക് പിറകിൽ അയാൾ മറ്റൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടവൾ ആകെ വല്ലാതെയായി. രാത്രിയിൽ തന്നെ തട്ടി വിളിക്കുന്ന അപ്പുവിൻ്റെ ശബ്ദം കേട്ടതും അനിത പതിയെ കണ്ണുകൾ തുറന്നു. ശബ്ദം ഉണ്ടാക്കരുത് എന്ന ആംഗ്യം കാണിച്ചുകൊണ്ട് അവൾ അനിതയുമായി പുറത്തേക്ക് നടന്നു. സ്റ്റെയറിൽ ഇരുന്നു കൊണ്ട് വീഡിയോ കോളിൽ കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുന്നവനെ കണ്ടതും അവൾ വാപുത്തി കരഞ്ഞുപോയി. അവളെ സമാധാനിപ്പിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പു ഏട്ടനെ തുറച്ചു നോക്കി. അല്പം കഴിഞ്ഞതും അവൾ വസ്ത്രങ്ങൾ ഊരി മാറ്റുന്നതും അത് കണ്ട് പാൻസ് താഴ്ത്തുന്നവനെയും കണ്ടവൾ അപ്പുവിൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ട് തിരികെ നടന്നു. പിറ്റേ ദിവസം ഉറക്കം ഉണർന്നു വന്ന അനിത സ്റ്റെയറിന് താഴെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിനെ കണ്ടതും അലറി വിളിച്ചുകൊണ്ട് നിലത്തേക്ക് കുഴഞ്ഞു വീണു. അവൾക്ക് പിറകെ ആ കാഴ്ച കണ്ടുവന്ന അപ്പു ആംബുലൻസ് വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും നട്ടെല്ലിന് പറ്റിയ ക്ഷതം കാരണം ഇനിയൊരിക്കലും അവന് നടക്കാൻ കഴിയില്ല എന്ന് കേട്ടതും അപ്പുവും അനിതയും പരസ്പരം നോക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.